My dear class 9 CBSE students. എടാ നമ്മളിപ്പോൾ ക്ലാസ് 9th-ലാണ്. മോസ്റ്റ് കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് കാണും. ഇതുവരെ നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ക്ലാസ് 8th-ലാണെന്നുണ്ടെങ്കിൽ ഇപ്പം 9th ഈ ഒരു സമയം വരെയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഇപ്പം നമ്മളുടെ ഹാഫ് ഇയർലി, അതായത് നമ്മളുടെ ഫസ്റ്റ് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരിക്കും. ഇതുവരെ നമ്മൾ ഏകദേശം ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ നെക്സ്റ്റ് ഇയർ CBSE ക്ലാസ് 10th-ലേക്ക് എത്താൻ പോവുകയാണ്, ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോവുകയാണ് എന്നുള്ളൊരു തോട്ടിലെ ചെറിയൊരു അംശം പോലും ഒരുവിധം 95% കുട്ടികളും ഇപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് എത്ര സമയം കിട്ടുന്നുണ്ടോ, കിട്ടുന്ന 24 hours-ൽ ഒരു 8 hours സ്ലീപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി സമയം മൊത്തം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഗെയിം കളിച്ചിട്ടാണെങ്കിലും പല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ചാറ്റിങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, സോഷ്യൽ മീഡിയാസ് ആണെന്നുണ്ടെങ്കിലും ഡിസ്ട്രാക്ഷനായിട്ട് നമ്മൾക്ക് കിട്ടുന്ന സമയം അത്രയും അടിപൊളിയായിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നമ്മൾ PhD എടുത്ത പോലെയാണ് നമ്മൾ ഈ സമയം വേസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പം ഇത്രയും സമയം ഉണ്ടായിട്ട് നെക്സ്റ്റ് ഇയർ നമ്മളൊരു പബ്ലിക് എക്സാം എഴുതാൻ പോവുകയാണ്. എന്നാൽ അതിൻ്റെ ഒരു സീരിയസ്നെസ്സിൽ ക്ലാസ് 9th-ലൊരു കാര്യങ്ങളൊക്കെ അത്രയും അടിപൊളിയായിട്ട് കണ്ട് ഇപ്പോഴേ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് കീപ്പ് ചെയ്യാൻ പറ്റാണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് എത്തുന്ന സമയത്ത് പല കുട്ടികളും അവരുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു എയിമിലേക്ക് എത്താൻ പറ്റാതെ, അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോയ ആൾക്കാരാണ് ഒട്ടുമിക്ക കുട്ടികളും. നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വർഷം നമ്മളുടെ ഡിസിപ്ലിനൊക്കെ കീപ്പ് ചെയ്ത് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു രീതി, ഒരു ടൈം ടേബിളൊക്കെ വെച്ച് ഒരു ദിവസം നമ്മൾ ഇത്ര ഹവേഴ്സ് പഠിക്കുന്നു, ആ ഒരു ഹാർഡ് വർക്ക് ആൻഡ് പെർസിസ്റ്റൻസി ആൻഡ് കൺസിസ്റ്റൻസി ഒക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ആക്ച്വലി അത് പഠിക്കാനുള്ള സമയം കഴിഞ്ഞു, പക്ഷേ ഇനിയെങ്കിലും നമ്മളത് പഠിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് പബ്ലിക് എക്സാമിൽ അടിപൊളിയായിട്ട് ഷൈൻ ചെയ്യാനോ നല്ലൊരു പെർസെൻറ്റേജ് വാങ്ങിക്കാനോ നിങ്ങളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. സോ ഇപ്പോഴേ ഇത് തുടങ്ങുന്ന സമയത്ത് പല കുട്ടികളിലും പ്രശ്നം എന്ന് വെച്ചാൽ, മിസ് ഞങ്ങൾക്കൊരു ഗൈഡൻസ് ഇല്ല, ഞങ്ങൾക്കിതാരും പറഞ്ഞു തരാനില്ല, ഞങ്ങൾക്കിതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞങ്ങൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ പേടി വേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ലാസ് 9 CBSE സ്റ്റുഡൻസ് മോസ്റ്റ്ലി എഡ്യൂപോർട്ട് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് CBSE ക്ലാസ് 10 സ്റ്റുഡൻസിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ ക്ലാസ് 9 CBSE സ്റ്റുഡൻസിൻ്റെയും കൂടെ നിൽക്കാൻ പോവുകയാണ്. യെസ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ ഫാക്കൽറ്റീസ് എല്ലാവരും ഇതിലുണ്ടാകും, നമ്മളുടെ ഇത് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, എവറിബഡി വിൽ ബി ദെയർ. അപ്പോൾ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് 9 CBSE-യിൽ തന്നെ നിങ്ങളൊരു 10th ലെവലിൽ ഒരു കിഡിലെ മക്കളാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു 9th ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, മോട്ടിവേഷൻ ആവട്ടെ അല്ലെങ്കിൽ ഗൈഡൻസ് ആവട്ടെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ലെവലാവട്ടെ, റിസോഴ്സസ് ആവട്ടെ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ മാറ്റാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ആസ് ഇറ്റ് ഇസ് എ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, ഒരുപാട് കുട്ടികളിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ വേണം എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്തിട്ട് എല്ലാ കുട്ടികളോടും മിസ് ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും മതി, മിസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളിയാക്കി റെഡിയാക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അടിപൊളിയാക്കി നെക്സ്റ്റ് ഇയർ CBSE ക്ലാസ് 10 എത്തുമ്പോഴേക്ക് തന്നെ നിങ്ങളൊരു ഭയങ്കര പവർ പാക്ഡ് മാസമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ വർഷം നമ്മൾ ഭയങ്കരമായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓൾസോ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഓൾമോസ്റ്റ് ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, എന്തൊക്കെ നിങ്ങൾക്ക് വേണോ, ദ ഗൈഡൻസ്, ദ ചാപ്റ്റേഴ്സ്, ദ കോണ്ടന്റ്, എവറിത്തിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ഓൾസോ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികളിലേക്ക് ഇത് എത്തിയിട്ടില്ല, അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലും അതുപോലെ ക്ലാസ് 9 CBSE-യിൽ പഠിക്കുന്ന നിങ്ങളുടെ ഒരുപാട് നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടാകും, റിലേറ്റീവ്സ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ജൂനിയേഴ്സ് ആവട്ടെ, ഇവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും കൂടെ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, സോ 10th നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ 9th നമ്മൾ തുടങ്ങണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം 10th എത്തിയിട്ട് പിന്നെ നമ്മൾ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല, അന്നത് ചെയ്താൽ മതിയായിരുന്നു. സോ അതിപ്പോഴേ തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ എപ്പോഴേ റെഡിയാണ്. സോ വെൽക്കം.